ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളാർ ഇക്വേഷൻസ് അഥവാ പോളാർ കോർഡിനേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ചോദ്യം എൻ്റെ അടുത്ത് ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ ആയിട്ട് ഈ വീഡിയോനെ കണ്ടാൽ മതിയായിരിക്കും. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കുലർ ഇക്വേഷൻ ഒരു പോളാർ ഇക്വേഷൻ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഷോ ദാറ്റ് ദി റെക്ടാങ്കുലർ ഇക്വേഷൻ x⁴ മൈനസ് 2x³ പ്ലസ് 2x²y² മൈനസ് 2xy² മൈനസ് y² പ്ലസ് y⁴ ഈക്വൽ ടു 0 ഈസ് an equation of the cardioid with the polar equation r is equal to 1 plus cos theta. ഇവിടെ വിത്ത് പോളാർ ഇക്വേഷൻ r is equal to 1 plus cos theta എന്ന് വായിക്കേണ്ടതാണ്. നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കുലർ ഇക്വേഷൻ x⁴ മൈനസ് 2x³ പ്ലസ് 2x²y² മൈനസ് 2xy² മൈനസ് y² പ്ലസ് y⁴ ഈക്വൽ ടു 0 എന്നത് ഒരു കാർഡിയോഡിൻ്റെ ഇക്വേഷനാണ്. ആ കാർഡിയോഡിനെ 1 പ്ലസ് കോസ് തീറ്റ r ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്നൊരു പോളാർ ഇക്വേഷൻ കൂടി ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കുലർ ഇക്വേഷൻ, അതിന് നമുക്ക് ഒരു പോളാർ ഇക്വേഷൻ r ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ആക്കി മാറ്റണം. നമുക്ക് എന്താണ് ഇവിടെ സൊല്യൂഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ x⁴ മൈനസ് 2x³ പ്ലസ് 2x²y² മൈനസ് 2xy² മൈനസ് y² പ്ലസ് y⁴ ഈക്വൽ ടു 0നെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻസോ എന്തെങ്കിലും ആൾട്ടറേഷൻസോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ ചെയ്ത് നമുക്ക് r is equal to 1 plus cos theta ആക്കി മാറ്റേണ്ടതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന റെക്ടാങ്കുലർ ഇക്വേഷൻ നമുക്ക് എടുക്കാം. x⁴ മൈനസ് 2x³ പ്ലസ് 2x²y² മൈനസ് 2xy² മൈനസ് y² പ്ലസ് y⁴ ഈക്വൽ ടു 0. നമുക്ക് ഇരുഭാഗത്തും x² ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇരുഭാഗത്തും x² ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും x² ആഡ് ചെയ്തതായി നമുക്ക് കാണാം. y⁴ പ്ലസ് x² ഈക്വൽ ടു x² എന്ന് നമുക്ക് തൊട്ടടുത്തുള്ള ഇക്വേഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ടേംസിനെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. നമുക്ക് മുമ്പത്തെ ആ x⁴ മൈനസ് 2x³ പ്ലസ് 2x²y² മൈനസ് 2xy² മൈനസ് y² പ്ലസ് y⁴ പ്ലസ് x² ഈക്വൽ ടു x²നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊസിഷൻസും ടേംസും ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് x⁴ പ്ലസ് y⁴ പ്ലസ് x² പ്ലസ് 2x²y² മൈനസ് 2xy² മൈനസ് 2x³ ഈക്വൽ ടു x² പ്ലസ് y² എന്നാക്കി മാറ്റുന്നു. അതായത് x² y⁴ x⁴ നമുക്ക് ഒരുമിച്ച് എഴുതാം. ബാക്കിയുള്ള മൈനസ് 2³ പ്ലസ് 2x²y² മൈനസ് 2xy² ഈ ടേംസിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു LHSൽ. ബാക്കി വരുന്ന x² പ്ലസ് y² നമ്മൾ RHSൽ എഴുതുന്നു. ഈ x⁴ പ്ലസ് y⁴ പ്ലസ് x² പ്ലസ് 2xy² മൈനസ് 2xy² മൈനസ് 2x³ എന്ന് പറയുന്നത് x² പ്ലസ് y² മൈനസ് x² എക്സ്പാൻഷനാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. a പ്ലസ് ബി പ്ലസ് c² എന്ന് വെച്ചാൽ a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca എന്നാണ്. ഇവിടെ എക്ക് പകരം x⁴, ബിക്ക് പകരം y⁴, സിക്ക് പകരം മൈനസ് x ആണെന്ന് മാത്രം. മൈനസ് എക്സിൻ്റെ സ്ക്വയർ x² ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ കിട്ടും? x⁴ പ്ലസ് y² പ്ലസ് മൈനസ് x² പ്ലസ് 2 ഇൻറ്റു x² ഇൻറ്റു y² പ്ലസ് 2 ഇൻറ്റു
വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേംസ് കിട്ടും. ഇതിനെ നമുക്ക് റീസബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ റിവേഴ്സ്, നമ്മൾ സാധാരണ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ഇത് നമ്മൾ കോൺട്രാക്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് മുമ്പത്തെ ഇതിൻ്റെ ഇക്വേഷനിലേക്ക് എത്തിക്കേണ്ടതാണ്. അതിങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ LHSൽ വരും. നമുക്ക് കിട്ടിയ മുമ്പത്തെ ഒരു വലിയൊരു ഇക്വേഷനെ നമ്മൾ ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തിയത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇരുഭാഗത്തും നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ ടേംസ് പോകും. അപ്പോൾ ഒരു ഭാഗത്ത് റൂട്ടായിട്ട് വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ മൈനസ് എക്സ് LHSലുള്ള ഈ മൈനസ് എക്സിനെ നമുക്ക് RHSലോട്ട് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് എന്ന് വരും. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ആർ സ്ക്വയർ. ഇത് പോളാർ ഇക്വേഷൻ, പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. മാത്രമല്ല എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ പോലുള്ള ഇക്വേഷൻസും പോളാർ കോർഡിനേറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആറായിരിക്കും. നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ കോസ് തീറ്റ. അതായത് ആർ സ്ക്വയർ ഈക്വൽ ടു ആർ പ്ലസ് ആർ കോസ് തീറ്റ. നമുക്ക് LHSും RHSും ഡിവൈഡ് ബൈ ആർ ചെയ്താൽ നമുക്ക് ഇതിനെ ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആയി എക്സ് റേസ് ടു 4 മൈനസ് 2x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2xy സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഈക്വൽ ടു 0ൻ്റെ ഒരു പോളാർ ഇക്വേഷനാണ് ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റി. ഇതിൻ്റെ പ്രൂഫ് ഇതോടുകൂടി കഴിയുന്നു. നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കുലർ ഇക്വേഷൻ ഒരു കാർഡിയോഡിൻ്റെയാണ്. ഒരു കാർഡിയോഡിൻ്റെ ഈ 1 പ്ലസ് കോസ് തീറ്റ, ആർ ഈസ് ഈക്വൽ 1 പ്ലസ് കോസ് തീറ്റയുടെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 2 എന്ന പോയിന്റിലാണ് പോളർ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്, 0ലാണ്, അതായത് പോളിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്രാഫ് ഓഫ് ദി കാർഡിയോഡ്. നമുക്ക് തന്നിരിക്കുന്ന ആ റെക്റ്റാങ്കുലർ ഇക്വേഷൻ അല്ലെങ്കിൽ ആർ ഈക്വൽ 1 പ്ലസ് കോസ് തീറ്റയുടെ ഗ്രാഫാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും സംബന്ധിച്ച് മാത്സുമായി ബന്ധമുള്ള എന്തെങ്കിലും സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. I will do my level best to clarify your doubts. Thanks for watching my video. If you love this video, please subscribe my channel. Thank you.